and subscribe. ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഇവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബാ. ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. ചിക്കൻ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇത്തിരി തൈരും കൂടി ഇട്ടാണ് കേട്ടോ കുഴച്ച് വെച്ചേക്കണത്. ഇനി ഈ ചട്ടിയിലേക്ക് നമുക്ക് സവാളയും ഉള്ളി എന്താണെന്ന് വെച്ച് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ഉള്ളിയാണ് കേട്ടോ എടുത്തത്. ഉള്ളി ഇട്ട് കൊടുത്തു. നമ്മുടെ പാചകക്കാരനാണ് കേട്ടോ ഇത്, ഷെഫ് പിള്ളി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. തീ ഒന്ന് കുറച്ച് വെച്ചാണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് അടുപ്പ് ചെറിയ പണി തരുന്നുണ്ടായിരുന്നു. തീ ഒന്ന് കുറച്ച് വെച്ചു. ഇനി അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിടണില്ലല്ലോ ആള്. ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അതിനകത്തേക്ക് വേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം വഴറ്റിയതിന് ശേഷം കുറച്ച് തക്കാളി, ഒരു 3 കുഞ്ഞു തക്കാളി ആയിരുന്നു കേട്ടോ, അത് 3 ഇട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചതച്ച വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറാനായിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ലാഗാവണത് ഇതിൻ്റെയൊക്കെ മൂടിയിട്ട് വെക്കാനായിട്ട് ആൾ പോകണം ആ ടൈമിൽ, അതാണ് കേട്ടോ. മൂടി പിന്നീടാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഇടയ്ക്ക് മൂടിയിടാൻ പോവാം. മല്ലിപ്പൊടി ഇട്ടു, ലേശം കൂടി ഇട്ടു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടു. ഇട്ടിട്ടില്ല, വരണേ ഉള്ളൂ കേട്ടോ. ഏത് കാലത്ത് വരാനാണെങ്കിൽ മൂടി തുറന്നൊക്കെ എടുക്കണേണ് അവിടെ. വന്ന് ചിക്കൻ മസാലപ്പൊടി, നമ്മുടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ, മുളക് പൊടി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ.